വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. അമരമ്പലത്തെ ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ നിന്നും വിട്ടൊഴിയാതെ കരടി സാന്നിധ്യം. ഇത്തവണ TK കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് എത്തിയത്. ആഴ്ചയിലൊരിക്കൽ മാത്രം ആരാധനയ്ക്ക് തുറക്കുന്ന ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച തുറക്കാനായി ശുചീകരിക്കാനെത്തിയ കമ്മിറ്റി ഭാരവാഹികളാണ് ക്ഷേത്രത്തിലെ വാതിൽ തല്ലി തകർത്ത നിലയിലും 15 കിലോയോളം വരുന്ന ശർക്കരയും എണ്ണയും തേനും ഭക്ഷിച്ച നിലയിൽ കണ്ടത്. വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഉദ്യോഗസ്ഥർ നിരീക്ഷണ ക്യാമറയും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പൊട്ടിക്കലിലെ ഒരു കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ പൊളിച്ച് എണ്ണയും തേനും മറ്റും ഭക്ഷിച്ച് കടന്നുകളഞ്ഞിരുന്നു. എന്നാൽ മാസങ്ങൾ മുൻപ് തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ നിത്യസന്ദർശകനായ കരടിയെ വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ച് പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടിരുന്നു. ഈ കരടി തന്നെയാണ് വീണ്ടും ക്ഷേത്രത്തിലെത്തി പ്രതിസന്ധി ഉയർത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പ് കരടി ശല്യത്തിന് ശാശ്വത നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡംഗം VK ബാലസുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം TK കോളനി അമ്പലത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കരടി കയറി ഒരുപാട് എണ്ണ, നെയ്യ്, ശർക്കര ഇതൊക്കെ കഴിച്ച് അതായത് വാതിലൊക്കെ ചവിട്ടി തുറന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കരടി കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ല് കയറി, അതിനു മുമ്പ് തേൾപ്പാറ, കൊമ്പങ്കല്ല്, നമ്മളെ പുഞ്ചക്കുന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി നടക്കുന്നൊരു കരടിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താ, ഈ കരടി ഇവിടുന്ന് പോയില്ല. ഏതായാലും അന്ന് ഫോറസ്റ്റുകാർ പിടിച്ചു, കുറച്ചുള്ളിലെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അമ്പലത്തിൽ കയറുന്ന കരടി അതാണെങ്കിൽ അത് വീണ്ടും അത് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അത് ജനജീവിതത്തിന് വളരെ ദുസ്സഹമാണ്, ബുദ്ധിമുട്ടാണ്. രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത് ഇവിടെയൊക്കെ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ശല്യമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പട്ടിയെ കാണാതെയായി എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടിയെ കാണാതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഇതിനെതിരെ ഞങ്ങൾ ഒരു സാമാന്യ രീതിയിൽ നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. വനം വകുപ്പ് ഇതിന് ശക്തമായ നടപടി ഉണ്ടാക്കണം. അതിന് ഏത് വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടതായി വരും. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ പ്രദേശമാണ്. അമ്പലങ്ങളിൽ മാത്രമല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളടക്കം നടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയാണ് ഒരു 6 വയസ്സായ കുട്ടി കടുവ കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ, കടുവയും പുലിയും കരടിയും വന്യമൃഗങ്ങൾ രൂക്ഷമായ ഈ മലയോര മേഖലയെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ് എനിക്ക് അവസരത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.